Hi guys, this is my first video. അപ്പം നീറ്റ് 2026 കഴിഞ്ഞു. പേപ്പർ എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ളൊരു പേപ്പർ ആയിരുന്നു. പക്ഷെ ഞാനൊരു റിപ്പീറ്ററാണ്. ഞാൻ ബ്രില്യൻറ്റിലാണ് പഠിച്ചത്. അപ്പോൾ റിപ്പീറ്ററായ എനിക്ക് അത്ര ഓക്കെ ആയിരുന്നില്ല. ഞാൻ പ്രതീക്ഷിച്ചൊരു മാർക്കോ അല്ലെങ്കിൽ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ കുറച്ച് നാളെ അവിടെ ബ്രില്യൻറ്റിൽ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്നെപ്പോലുള്ള കുട്ടികൾക്ക് അറിയാം. അപ്പം എന്നോട് ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ എന്താണ് പറയുന്നത്, ഇത് എൻ്റെ ഒപ്പീനിയനാണ്. ആരും എന്നെ പൊങ്കാലിടാൻ വരണ്ട. എന്നെപ്പോലുള്ള കുട്ടികൾക്ക് ഇത് ഒരുപാട് യൂസ്ഫുൾ ആവും എനിക്ക് തോന്നി. അപ്പം നിങ്ങൾ ഇതും കൂടെ കണ്ടിട്ട് പോണോ, റിപ്പീറ്റ് ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കാം. ഓക്കെ, അപ്പം ഞാൻ എന്താ പറയാമെന്ന് വെച്ചാൽ എനിക്കത് അത്ര എളുപ്പമായിരുന്നില്ല. ഫിസിക്സിലൊക്കെ അത്ര ബേസ് ഇല്ലാത്ത ഒരു സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. സോ ബേസ് ആയിട്ട് അവർ പഠിപ്പിക്കുന്നതൊന്നും എനിക്ക് തിരിയുന്നില്ലായിരുന്നു. ഫിസിക്സ് കെമിസ്ട്രി അങ്ങനെ തന്നെ. ബയോളജി ഓക്കെയാണ്. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ബയോളജി വളരെ എളുപ്പമായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പം അതിൽ എനിക്ക് മാർക്ക് ഉണ്ടായിരുന്നു. ഫിസിക്സ് അത്ര തന്നെ എനിക്ക് നെഗറ്റീവ് അടിച്ചു. അപ്പം ആ മാർക്കും കൂടെ പോവുകയായിരുന്നു ചെയ്തത്. പിന്നെ ഞാൻ അവിടെ ബ്രില്യൻറ്റിൽ പഠിച്ചിട്ടിരുന്ന സമയത്ത് നടന്ന കാര്യങ്ങൾ, ഇതിൽ ടീച്ചേഴ്സ് ആണെങ്കിൽ കുറേ പഠിക്കുന്ന കുട്ടികൾക്ക് കൂടുതലും എൻ്റെ എല്ലാ ക്ലാസ്സിലും കുറ്റം പറയില്ല. എനിക്ക് കിട്ടിയ ക്ലാസ് എൻ്റെ ഹോസ്റ്റലിൽ, ഇത് രണ്ടും കുറച്ച് പ്രശ്നമായിരുന്നു. ഹോസ്റ്റലിലാണെങ്കിലും കമ്പയറിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത്ര നല്ല ഹോസ്റ്റലൊന്നും ആയിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് എൻ്റെ പ്രശ്നമായിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെയല്ല, ഞാൻ ഹോസ്റ്റലിലുള്ള എല്ലാവരോടും തന്നെ ചോദിച്ചു. അപ്പം അവർ എല്ലാവരും അല്ല, ചിലരൊക്കെ ഈ കാര്യം നേരിട്ടിട്ടുണ്ട്. അപ്പം അവരും ഇത് തന്നെയാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഹോസ്റ്റൽ നിങ്ങൾ നല്ലതല്ലെങ്കിൽ നിങ്ങളെ ക്ലാസ് ടീച്ചറിനോട് പറയുക. അതാണ് ഞാൻ ആദ്യം തന്നെ പറയുന്നത്. പിന്നെ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഹെൽത്ത് ഇഷ്യൂസ് കാരണം തിരിച്ച് ഞാൻ വീട്ടിലോട്ട് വരിക ചെയ്തത്. പിന്നെ അതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി എനിക്ക് പഠിച്ചധികം സമയം കിട്ടിയില്ല. അതർവൈസ് പേപ്പർ വളരെ എളുപ്പമായിരുന്നു. കാരണം കഴിഞ്ഞ വർഷത്തെ എക്സാം കഴിഞ്ഞു വളരെ എളുപ്പമായിരുന്നു. പക്ഷെ ഞാൻ എന്തായാലും ഒരു വർഷം കളഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വർഷം വേറെ എന്തെങ്കിലും അല്ലെങ്കിൽ ഈ വർഷം വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം എനിക്കിത് പറയണമെന്ന് തോന്നി. സാധാ ഒരു സ്റ്റേറ്റ് സിലബസ് സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ, ഒരു നോർമൽ ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടും. അവിടെ ചെന്ന് നമ്മുടെ കൂടെ എൻ്റെ ഹോസ്റ്റലിൽ എൻ്റെ റൂംമേറ്റ്സ് തന്നെ കുറേ വർഷങ്ങളായിട്ട് അവിടെ പഠിച്ചവരൊക്കെ ആയിരുന്നു. അപ്പം എനിക്കതൊരു പേഴ്സണലി എനിക്ക് അവരുടെ പ്രശ്നമല്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എൻ്റെ റൂംമേറ്റ്സ് ആണെങ്കിലും ആരും അങ്ങോട്ടൊരു കോണ്ടാക്ട്സ് ഒന്നുമില്ല. എല്ലാവരും പഠിത്ത ആ രീതിയായിരുന്നു. പക്ഷെ എനിക്ക് തീരെ സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ ടീച്ചേഴ്സ്, അതായത് നമുക്ക് അവിടെയുള്ള ടീച്ചേഴ്സിനല്ല, അവിടെ വാർഡന്മാരായിട്ടുള്ള ആൾക്കാർ, ഈ കൺട്രോൾഡ് ഹോസ്റ്റലായിരുന്നു കിട്ടിയത്. അപ്പോൾ വാർഡന്മാരായിട്ടുള്ള ആൾക്കാർ കമ്പയർ ചെയ്യുന്നത് ഒരു നീറ്റ് ആസ്പിറന്റ് എന്ന നിലയ്ക്ക് ഇതുപോലെ ട്രോമ വന്നിട്ടുള്ള ഒരു ഹോസ്റ്റൽ എനിക്കില്ല. വളരെ മോശമായിട്ട് എന്നുവെച്ചാൽ എനിക്ക് കമ്പയറിങ് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നന്നായിട്ട് ആലോചിച്ചിട്ട് മാത്രം തീരുമാനിച്ചാൽ മതി നീറ്റ് എടുക്കണോ വേണ്ടോ എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു മാർക്ക് വെച്ചിട്ട് നമ്മൾ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ആവാം അങ്ങനെയല്ല. നമ്മൾ ട്രൈ ചെയ്താൽ കിട്ടും. പക്ഷെ കമ്പയറിംഗ് ഒന്നുമില്ല. സമാധാനത്തോടെ പഠിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് നിങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നീറ്റ് കിട്ടും. പക്ഷെ റൂംമേറ്റ്സ് ഒക്കെ ഇങ്ങനെ കുറേ വർഷങ്ങളായിട്ട് പഠിക്കുന്നൊക്കെ ആൾക്കാരാണ്. അവരുടെ ഭാഗത്തുനിന്നൊരു സപ്പോർട്ടില്ല, വാർഡന്റെ ഭാഗത്തുനിന്നൊരു സപ്പോർട്ടില്ല, ടീച്ചറുടെ ഭാഗത്തുനിന്നൊരു സപ്പോർട്ടില്ല. അത് നിങ്ങളെ വളരെ മെന്റലി സ്ട്രെസ്ഡ് ആക്കും. എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ എനിക്ക് സ്ട്രെസ് കാരണം ഉണ്ടായ ഹെൽത്ത് ഇഷ്യൂ ആണ്. സോ എൻ്റെ ഡോക്ടർ എന്നോട് പറഞ്ഞത് എന്നാണോ സ്ട്രെസ് തരുന്നത് അതിന് വേണ്ട എന്നാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് അസുഖം വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും എന്നും ഓർക്കണം. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് 96% ഉണ്ടായിരുന്നു പ്ലസ് ടുവില്. ഫിസിക്സ് ഒക്കെ അത്യാവശ്യം എനിക്ക് ഫിസിക്സ് ന്യൂമറിക്കൽസ് ഒന്നും ചെയ്യാൻ അറിയത്തില്ല. പക്ഷെ അത്യാവശ്യമൊക്കെ അറിയായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടുത്തെ സാറന്മാർ പഠിപ്പിക്കുന്നത് എന്നെ കൊണ്ട് താങ്ങാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നി. ഞാൻ ആകെ കാണിച്ചൊരു മണ്ഡലത്തിൽ എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ കുറച്ചൊരു മാസം മനസ്സിലായപ്പോൾ തന്നെ ഇത് നിർത്തണമായിരുന്നു. പക്ഷെ ഞാൻ നിർത്തിയില്ല. ഞാനൊരു ഹോപ്പ് വിചാരിച്ചു, കിട്ടും എന്നുള്ളൊരു ഹോപ്പ് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയിട്ട് കഴിയുമ്പോൾ വേറെ അഡ്മിഷൻസ് ഒക്കെ ക്ലോസ്ഡ് ആണ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. സോ അത് 1 ഇയർ പോയി എന്ന് തന്നെ പറയാം.
അപ്പൊ ഞാൻ ഇത്രേ പറഞ്ഞു വരുന്നുള്ളൂ. ഞാൻ കുറേ വീഡിയോസ് യൂട്യൂബിൽ കണ്ടു, എങ്ങനെയാ എന്തൊക്കെയാ എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന പോലെയാണ് ഞാൻ കണ്ടത്. പക്ഷെ ഈ സപ്പോർട്ടിങ് മാത്രം കണ്ട് ബ്രില്യൻറ്റിൽ പോയി പഠിച്ച ഒരാളാണ് ഞാൻ. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എത്ര ബുദ്ധിമുട്ട് അവിടെ ഉണ്ട്, അവിടെ എത്ര പിള്ളേർ എത്ര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ എനിക്ക് മനസ്സിലായത് അവിടെ ചെന്നിട്ടാണ്. അപ്പൊ ഞാൻ എന്റെ ഹോസ്റ്റലിലെ മാത്രം പ്രശ്നമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്റെ കുറച്ച് ഇവിടെ റാൻഡ് ആയിട്ടുള്ള എന്റെ കുറച്ച് ഫ്രണ്ട്സിന്റെ അടുത്ത് ഞാൻ അവരോട് ചോദിച്ചു. അപ്പൊ അവർ ഇതേ അവസ്ഥ തന്നെയാണ് പറയുന്നത്. അതിൽ പതിയെ പേര് നിർത്തി വന്നു. ഞാൻ ഓൺലൈനായിട്ടായിരുന്നു മാറിയത്. അതിൽ എനിക്ക് പഠിക്കാൻ പറ്റിയില്ല, അതൊരു സത്യമാണ്. പക്ഷെ എന്റെ ലൈഫിൽ ഏറ്റവും ഫസ്റ്റ് ഹോസ്റ്റൽ എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഏറ്റവും ട്രോമറ്റൈസ്ഡ് ആയിട്ട് മാറി. അതാണ് സത്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇത് പറഞ്ഞുകൊണ്ട് ഇനി കുറെ പേര് ഒന്ന് പറയുക അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ബ്രില്യന്റ് എല്ലാവർക്കും നല്ലതല്ല, എനിക്ക് നല്ലതല്ലായിരുന്നു. എന്റെ കുറെ ഫ്രണ്ട്സും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പം നിങ്ങൾ തിങ്ക് ചെയ്യുക, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പോവുക, നല്ല ഹോസ്റ്റൽ കിട്ടുന്നത് നോക്കുക. നിങ്ങൾക്ക് പറ്റൂല്ലെങ്കിൽ അപ്പൊ തന്നെ അത് മനസ്സിലാക്കിയിട്ട് മാറാൻ ശ്രമിക്കുക. ഓൾ ദി ബെസ്റ്റ്. അപ്പം അടുത്ത വർഷം നിങ്ങൾ അത് റിപ്പീറ്റിന് പോകുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നോക്കിയിട്ട് പോവാം. എനിക്ക് പറയണമെന്ന് തോന്നി. കാരണം എന്ന് വെച്ചാൽ ആരും തന്നെ നെഗറ്റീവായിട്ട് ഒരു കാര്യം പറയുന്നില്ല. സോ എനിക്കിത് പറയണം തോന്നി. പിന്നെ ഈ വർഷത്തെ പേപ്പർ എന്ന് പറഞ്ഞാൽ കുറെ വർഷങ്ങളായിട്ട് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ എളുപ്പമായിട്ട് കിട്ടാവുന്നതായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഫിസിക്സ് കെമിസ്ട്രി എനിക്ക് ഓൾറെഡി കുറച്ച് പുറകിലോട്ടാണ്. അതുകൊണ്ട് എനിക്ക് കിട്ടില്ല, ഉറപ്പാണ്. അങ്ങനെ അപ്പം എനിവേ എന്റെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്കിങ് ചെയ്യണം. താങ്ക് യു. അടുത്തൊരു വീഡിയോ എന്ത് വേണം അല്ലെങ്കിൽ ഇതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ അറിയണമെന്നൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഓക്കെ, ബൈ.